ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നല്ല സൺഡേ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ ആവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഒരു ചിക്കൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ചതച്ച മുളക്. ഒരു 10-30 മുളക് എടുത്ത് വെച്ച്, കൊല്ലം മുളക് എന്ന് പറഞ്ഞാൽ ഉണക്കമുളക് എടുത്ത് വെച്ച് ചതച്ചെടുത്ത് വെച്ച് ഇത് ചൂടാക്കി എടുക്കും. ഇനി ഇത് അരച്ചിടണം. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക്, ഒരു 2-3 ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ഓരോന്നോരോന്നായിട്ട് കഴിയും. ഇപ്പം നമ്മുടെ ചുവന്ന മുളക്, ഒരു ചെറിയ പാക്കറ്റ് കാഷ്നട്ട്, ഒരു ജാതിക്കായ, അതുപോലെ കുറച്ച് മല്ലി, ഒരു കഷ്ണം മഞ്ഞൾ, കല്ലുപ്പ്, ഒരു പിടുത്തം കാന്താരി മുളക്, കുരുമുളക്, ഉണക്ക കുരുമുളക് ഒരു 1.5-2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി അരച്ച് ഒരു പേസ്റ്റാണത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിനി ചിക്കൻ ആഡ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വയ്ക്കും. അരമണിക്കൂർ നേരം വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും ഒരു 3-4 ടീസ്പൂൺ കടലമാവും ചേർക്കും. എന്നിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം വയ്ക്കും. അരമണിക്കൂർ വെച്ചിട്ട് നമ്മളതെടുത്ത് വറക്കും. അപ്പം ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വറക്കണ വീഡിയോ ആയിട്ട് വരാം. ഇതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ മുളകാണ് ഇതിൻ്റെ അകത്ത്. ഉണക്കമുളക് ഒരു 10-30 മുളക് എടുത്ത് ചതച്ചെടുത്ത് അത് വറുത്ത് പൊടിച്ചെടുക്കണം. അതിൻ്റെ അകത്താണ് നമുക്ക് ടേസ്റ്റ്. ഈ ഇളക്കി എല്ലാം സെറ്റ് ചെയ്തെങ്കിൽ പാകമായത്. ആ സാധനം ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം നമുക്ക് മൂടി വയ്ക്കാം. നല്ല ഭംഗിയായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന് നമുക്ക് ഓരോന്ന് വറുത്തി അതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ സാധനം ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഓരോന്ന് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് മറിച്ചിടേണ്ട ഭാഗമായി. അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കണ്ടോ ലോ തീരിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വാങ്ങേണ്ട നേരമാകുമ്പോൾ നമ്മളെ കാണിക്കാം. ഇതിൻ്റെ അധികം നമ്മളിനി കുറച്ച് വേപ്പിലയും കിട്ടും. 30-80% വേവായിട്ട്. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ എല്ലാം ഇട്ട് കൊടുത്താൽ ഒരു നല്ല സ്മെല്ലും അതിനകത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ സാധനം നല്ല അടിപൊളിയായിട്ട് വെന്തു നല്ല ചൊക്കാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുതിയ സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ ചിക്കൻ വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഈ കണ്ടീഷനിൽ കിട്ടും നമുക്ക് ചിക്കൻ വറുത്ത് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അത് തിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് മാനോ? നല്ല ടേസ്റ്റ് അല്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുളകാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. ഉണക്കമുളക് ചതച്ചെടുത്ത് വെച്ച് വറുത്ത് പൊടിച്ച് നമ്മുടെ കാഷ്യൂനട്ട്, ഒരു ജാതിക്കായുടെ ഉള്ളിലിരിക്കുന്ന പരിപ്പ്, കുരുമുളക്, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയാണ് നമ്മളതിൻ്റെ ഇതുണ്ടാക്കിയത്, അരപ്പ് ചേർത്തിട്ടാക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.